നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 79.68% പോളിംഗ്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച് 7 മുതൽ തന്നെ ജില്ലയിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 83.27% ഇവിടുത്തെ പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനി മണ്ഡലത്തിലാണ്. 73.97%. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകിട്ട് 6-നും ചില മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. വൈകിട്ട് 6-ന് ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ടോക്കൺ കൊടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കി. വോട്ടെടുപ്പ് ആരംഭിച്ച് രാവിലെ 9 മണിയായപ്പോഴേക്കും 15.46% പേർ വോട്ട് രേഖപ്പെടുത്തി. 11-ന് 32.03%, ഉച്ചയ്ക്ക് 1 മണിക്ക് 48.33%, 3 മണിക്ക് 62.29%, വൈകിട്ട് 5-ന് 75.72%, പോളിംഗ് അവസാനിക്കുമ്പോൾ 79.68% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. 3689 പോളിംഗ് ബൂത്തുകളിലായി 17,708 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 4729 സേനാംഗങ്ങളെയും നിയോഗിച്ചു. ഇതിൽ 58 കമ്പനി കേന്ദ്രസേനയ്ക്ക് പുറമെ കർണാടക, തമിഴ്നാട് പോലീസും കേരള AP ബറ്റാലിയന്റെ 9 കമ്പനികളും ഉൾപ്പെടുന്നു. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയുടെ പ്രത്യേക സുരക്ഷയും ഒരുക്കിയിരുന്നു. 15 സ്ഥലങ്ങളിലായി 43 പ്രശ്നസാധ്യത ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 48 മാതൃകാ ബൂത്തുകൾ, 80 പിങ്ക് ബൂത്തുകൾ, ഭിന്നശേഷിക്കാർ ഉദ്യോഗസ്ഥരായ 3 ബൂത്തുകൾ എന്നിങ്ങനെയായിരുന്നു ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ കണക്ക്. ജില്ലയിൽ 6 പൊതുനിരീക്ഷകർ, 4 ചിലവ് നിരീക്ഷകർ, 1 പോലീസ് നിരീക്ഷകൻ ഉൾപ്പെടെ 11 കേന്ദ്ര നിരീക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നിരീക്ഷിക്കാനുണ്ടായിരുന്നത്. 3689 പോളിംഗ് സ്റ്റേഷനുകളിലായി 44,027 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 8854 പോളിംഗ് ഓഫീസർ, 8854 പോളിംഗ് ഓഫീസർ, 351 വീതം സെക്ടറൽ ഓഫീസറും സെക്ടറൽ അസിസ്റ്റന്റും, 1238 റൂട്ട് ഓഫീസർമാരെയും 56 മൈക്രോ ഓഫീസർമാരെയുമാണ് തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിരുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 351 സെക്ടർ ഓഫീസർമാരെയും 351 സെക്ടർ അസിസ്റ്റന്റുമാരെയും കൂടാതെ ഷാഡോ ബൂത്തുകളിൽ 15 അഡീഷണൽ ഒബ്സർവർമാരെയും നിയോഗിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, വാവ്, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലർ തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.